ഉൽപ്പത്തി അധ്യായം 35. ദൈവം യാക്കോബിനോട് അരുളി ചെയ്തു, എഴുന്നേറ്റ് ബേഥേലിലേക്ക് കയറി അവിടെ പാർക്കുക. നിന്റെ സഹോദരനായ ഏസാവിൻ്റെ മുമ്പിൽ നിന്ന് നീ പലായനം ചെയ്തപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠമുണ്ടാക്കുക. അതുകൊണ്ട് യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറുവിൻ, നമുക്ക് എഴുന്നേറ്റ് ബേഥേലിലേക്ക് കയറാം. എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ എനിക്ക് ഉത്തരമരുളിയ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയട്ടെ. ഞാൻ പ്രയാണം ചെയ്ത വഴിയിൽ അവിടെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ അന്യദേവന്മാരെയും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിന് നൽകി. യാക്കോബ് അവ ശെക്കെമിനടുത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചു മൂടി. അവർ യാത്ര തിരിച്ചു. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളുടെ മേൽ ദൈവികമായ ഭീതിയുണ്ടായി. അതുകൊണ്ട് യാക്കോബിൻ്റെ മക്കളെ അവർ പിന്തുടർന്നില്ല. അങ്ങനെ യാക്കോബ് അവനും അവനോട് കൂടെ ഉണ്ടായിരുന്ന ജനം